എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സെൻട്രൽ ആംഗിളും ആംഗിൾ ഇൻ ആൻഡ് ആർക്കും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ആർക്ക് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. If angle AOB is equal to 140 degree, AOB 140 degree, and angle AOC 100 degree, AOC 100, ഇത് 100 ഇത് 140 ആണ് തന്നിട്ടുണ്ട്. Find angle A, angle B and angle C. O is the center of circle. ഈ സർക്കിൾ ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ ആണിത്. O സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. ഈ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആംഗിൾ എ? എയുടെ മെഷർ എത്രയാണ്? ബിയുടെ മെഷർ എത്രയാണ്? സിയുടെ മെഷർ എത്രയാണ്? അതെ, ബിയുടെ മെഷർ എത്രയായിരിക്കും? ഈ ആർക്കിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണിത്. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്. ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിള് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഇത് 100 ആണ്. ഈ 100ന്റെ ഹാഫ് 50 ആയിരിക്കും അല്ലെ? അപ്പോ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്ന ഇവിടെ ഈ രണ്ട് ആംഗിളും 100ഉം 140 ആണല്ലോ. അപ്പൊ 360 ആണ് മൊത്തം ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ. അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 360 മൈനസ് ഓഫ് ദീസ് ടു ആംഗിൾസ്. കാരണം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ 360 ഡിഗ്രി ആണ്. അതിൽ രണ്ട് ആംഗിൾ 140 ഡിഗ്രി 100 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോ ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞാൽ 360 മൈനസ് ഓഫ് 140 പ്ലസ് 100, 140 100 കൂട്ടിക്കഴിഞ്ഞാൽ 240. അപ്പൊ 360 240 കുറച്ച് കഴിഞ്ഞാൽ 120 ആണ് ആംഗിൾ ബി ഒ സി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ എ എത്ര? ആംഗിൾ എ എന്ന് പറയുന്നത് കണ്ടോ, ബി എ സി എന്ന ആർക്കിലെ ആംഗിളാണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 120. ഇപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിളിന്റെ ആർക്ക്. അപ്പൊ ആംഗിൾ എ ഈസ് 120 ബൈ 2. 120 ബൈ 2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 120യുടെ ഹാഫ് 60 ഡിഗ്രി. അത് ആംഗിൾ ബിയോ? ആംഗിൾ ബി എന്ന് പറയുന്നത് ഈ എ ബി സി എന്ന ആർക്കിലെ ആംഗിൾ ആണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ഇതാണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ ബി സി എ ഒ സി ആണത് 100 ആണ്. അപ്പൊ 100ന്റെ ഹാഫ് 50 ആയിരിക്കും. അതായത് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ബൈ 2 50. ഇതുപോലെ ആംഗിൾ സി എന്തായിരിക്കും? ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എ സി ബി എന്ന ആർക്കിലെ ആംഗിൾ ആണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്. അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 140. ഇപ്പൊ 140യുടെ ഹാഫ് 70. അപ്പോ 3 ആംഗിൾ കിട്ടി. അപ്പൊ ട്രയാംഗിളിന്റെ ആംഗിള് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ട്രയാംഗിളിന്റെ ആംഗിൾ ആംഗിളിന്റെ ആർക്കാണ്. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിളിന്റെ ആർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ചോദ്യം. ഇൻ ദി ഫിഗർ O is the center of the circle. Angle R is equal to 40 and angle Q is equal to 80. It is given. Triangle PQR le രണ്ട് angles തന്നിട്ടുണ്ട്. We are asked to find out angle POQ, angle POR, angle ROQ. ഇപ്പൊ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ചെയ്ത സെൻട്രൽ ആംഗിൾ തന്നിട്ട് ട്രയാംഗിളിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ ട്രയാംഗിളിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആംഗിൾ പി ആർ ക്യൂ 40 ഡിഗ്രി ആണ്. അപ്പോ ആംഗിൾ പി എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾ അറിയാം അല്ലെ? ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ 180ൽ നിന്ന് ഈ 80ഉം ഈ 40ഉം കുറച്ചാൽ ആംഗിൾ ക്യൂ പി ആർ കിട്ടും. അപ്പൊ ആംഗിൾ ക്യൂ പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ ട്രയാംഗിളിന്റെ 3 ആംഗിളും കിട്ടി. ഇനി നോക്കിക്കേ, ആംഗിൾ ക്യൂ ഒ ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി ഒ ക്യൂ എന്ന് പറയുന്നത് കണ്ടോ, ഈ ആർക്കിലെ ആംഗിൾ ആണ് ട്രയാംഗിളിന്റെ ആംഗിൾ. അപ്പൊ ട്രയാംഗിളിന്റെ ആംഗിളിന്റെ ട്വൈസ് 2 × 48 ഇതിന്റെ ട്വൈസ് ആണിത്. ഇതിന്റെ ഹാഫ് ആണിത്, ഇതിന്റെ ട്വൈസ് ആണിത്. അപ്പൊ സെൻട്രൽ ആംഗിൾ കാണാൻ ട്വൈസ് ഓഫ് ദി ആംഗിൾ ഇൻ ആൻ ആർക്ക്. അതുപോലെ അടുത്ത ആംഗിള് പി ഒ ആർ. പി ഒ ആർ എന്ന് പറയുന്ന ആംഗിളോ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ് 80. അപ്പോ അത് ഈ ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 80 × 2 ദാറ്റ് ഈസ് 160 ഡിഗ്രി. അതുപോലെ അടുത്ത ആംഗിളിന്റെ നോക്കാം, ക്യൂ ഒ ആർ. ക്യൂ ഒ ആർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്യൂ ഒ ആർ ഉണ്ടോ?
ഈ ആംഗിള് അത് ഏത് ആർക്കിലെ ആംഗിളാണ്, ഏത് ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ്, ഇതിന്റെ സെൻട്രൽ ആംഗിളാണ്. ഇപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആംഗിളിനാൻ ആർക്ക്. അപ്പോൾ പി എന്ന് പറയുന്നത് 120യുടെ പി ഇവിടെ അറിയാം നമുക്ക് ആംഗിൾ QR ആണ് കണ്ടുപിടിക്കുക. പിയുടെ ട്വൈസ് ആണ് 120. അപ്പൊ 2 × 60 120 ഡിഗ്രി. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ട്രയാംഗിളിന്റെ ആംഗിൾ കണ്ടുപിടിച്ചത്, സെൻട്രൽ ആംഗിൾ തന്നിരുന്നു. ഇവിടെ ട്രയാംഗിളിന്റെ ആംഗിൾ എന്ന സെൻട്രൽ ആംഗിൾ ഇതിന്റെ ട്വൈസ് ആണ്. അപ്പൊ ഇവിടെ ട്രയാംഗിളിന്റെ ആംഗിളിനാൻ ആർക്കാണ്, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇതിന്റെ ട്വൈസ് ആയിരിക്കും. അപ്പൊ ട്രയാംഗിളിന്റെ ആംഗിളിന്റെ ട്വൈസ് ആണ് സെൻട്രൽ ആംഗിൾ. അപ്പൊ ഈ ട്രയാംഗിളിന്റെ സർക്കം സർക്കിൾ ആണിത്. ഇനി ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് ട്രയാംഗിൾ ABC ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ചിത്രത്തില് ABC എന്ന ഒരു ട്രയാംഗിള്, അതിന്റെ രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ട്, 60യും 50യും. ഈ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ 3 സെന്റിമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാമോ? ഇപ്പൊ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിലൊക്കെ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ, ഒരു സൈഡ് തന്നിട്ടുണ്ടാവും, 2 ആംഗിൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 സൈഡ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 സൈഡ് ഒരു ആംഗിൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സൈഡ്സിന്റെ ലെങ്ത് ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് സൈഡ് ആദ്യം വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ട്രയാംഗിൾ കാണണമെങ്കിൽ എന്താ വേണം, 3 വെർട്ടെക്സ് ആണ് വേണ്ടത്. ആ എയും ബിയും സിയും കിട്ടിയാൽ മതി. ഈ 3 വെർട്ടെക്സ് കിട്ടി അത് 3ഉം കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് ട്രയാംഗിൾ. ഇവിടെ കണ്ടില്ലേ, ഈ 3 വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ കണ്ടോ, പിയും QR കിട്ടി കഴിഞ്ഞപ്പോൾ PQR എന്നുള്ള ട്രയാംഗിൾ ഫോം ചെയ്തു. അപ്പൊ ഈ റേഡിയസ് വരയ്ക്കുമ്പോൾ ഉള്ളതാണ് ഈ വെർട്ടെക്സ്, ഈ റേഡിയസ് വരയ്ക്കുമ്പോഴാണ് ഈ വെർട്ടെക്സ്, ഈ റേഡിയസ് വരയ്ക്കുമ്പോഴാണ് ഈ വെർട്ടെക്സ്. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾസ് അറിയാമെങ്കിൽ നമുക്ക് ഈ റേഡിയസ് വരയ്ക്കാൻ പറ്റും. കാരണം സർക്കിൾ നമുക്കറിയാം, സർക്കിളിന്റെ സെന്റർ അറിയാം. അപ്പൊ ഒരു റേഡിയസ് നമുക്ക് ആദ്യമേ ഫിക്സ് ചെയ്യാം. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ 50യുടെ ട്വൈസ് ആയിരിക്കും ആംഗിൾ AOC അല്ലെ. അപ്പോ 50യുടെ ട്വൈസ് ആണ് ആംഗിൾ AOC. അതുപോലെ തന്നെ 60യുടെ ട്വൈസ് ആണ് ആംഗിൾ AOB. അപ്പൊ കണ്ടോ, 60ന്റെ ഇരട്ടി 120, 50ന്റെ ഇരട്ടി 100. അപ്പോ സെൻട്രൽ ആംഗിൾസ് അറിയാം, ഈ 2 ആംഗിൾസ് അറിയാം. നീ നമുക്ക് നോക്കിക്കേ, ഒരു സർക്കിൾ 3 സെന്റിമീറ്റർ റേഡിയസിൽ വരയ്ക്കാം. അപ്പോൾ ഒരു റേഡിയസ് വരച്ചു, 3 സെന്റിമീറ്റർ റേഡിയസിൽ അടുത്ത 100 ഡിഗ്രി ആംഗിളിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. ഒരു റേഡിയസ് നമ്മളിവിടെ വരച്ചു, 100 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. വീണ്ടും 120 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. അപ്പൊ കണ്ടോ, ഈ 3 റേഡിയസ് നമ്മൾ വരച്ചിട്ടുണ്ട്. 3 റേഡിയസ് വരച്ചാൽ ഈ 3 പോയിന്റ് കിട്ടിയില്ലേ. അപ്പൊ 3 പോയിന്റ് കൂടി കൂട്ടി വരച്ചാൽ ട്രയാംഗിള് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾ വരച്ചു. പിന്നെ എന്ത് ചെയ്യണം, ഒരു റേഡിയസ് വരച്ചു, 100 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. വീണ്ടും അടുത്ത് എന്ത് ചെയ്യണം, 120 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. അപ്പൊ എയും ബിയും സിയും ഈ 3 വെർട്ടെക്സ് കിട്ടി. അത് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ എന്തായി, ട്രയാംഗിൾ ആയി. അപ്പൊ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യണം, മനസ്സിലായോ? അപ്പൊ സർക്കം റേഡിയസും നമുക്ക് ട്രയാംഗിളിന്റെ 2 ആംഗിളും അറിയാമെങ്കിൽ ട്രയാംഗിൾ ആണ്. അപ്പൊ ട്രയാംഗിളിന്റെ സൈഡ്സ് ഒന്നും അറിയില്ല, പക്ഷെ സർക്കം റേഡിയസ് അറിയാം. അപ്പൊ റേഡിയസ് തന്നിരിക്കുന്ന റേഡിയസിൽ സർക്കിൾ വരച്ചു. സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിളിന്റെ സെന്റർ ഉണ്ട്. വൺ ഓഫ് ദി റേഡിയസ് ഈസ് ഡ്രോൺ ഫസ്റ്റ്. ദെൻ തന്നിരിക്കുന്ന ട്രയാംഗിളിന്റെ ആംഗിളിന്റെ ട്വൈസ് ആണ് സെന്ററിൽ വരേണ്ടത്. അപ്പൊ സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 2 × ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ, 2 × 60 ആൻഡ് 2 × 50. അത് വെച്ച് സെൻട്രൽ ആംഗിൾസ് വെച്ച് ആദ്യത്തെ റേഡിയസ് വരച്ചു, അടുത്ത റേഡിയസ് വരച്ചു, അടുത്ത റേഡിയസ് വരച്ചു, 3 വെർട്ടെക്സ് കിട്ടി, കൂട്ടി വരച്ചു. അപ്പൊ റിക്കേർഡ് ട്രയാംഗിൾ ആയി. കാര്യം മനസ്സിലായോ? ചിത്രത്തേക്ക് വേറെ ഒരെണ്ണം ഇതുപോലെ തന്നെ വരയ്ക്കേണ്ടതാണ്. ഡ്രോ എ ട്രയാംഗിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദി ആംഗിൾസ് 50 ആൻഡ് 55. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെയാണ് ഒരു ട്രയാംഗിള് വരയ്ക്കണം. അതിന്റെ സർക്കം റേഡിയസ് അറിയാം, 2 ആംഗിൾസ് 50യും 55 ആണ്. അപ്പോ ഇതാണ് തന്നിരിക്കുന്നത് ഒരു സർക്കിള്, അതിന്റെ റേഡിയസ് അറിയാം, ഒരു ആംഗിൾ 55, ഒരു ആംഗിൾ 50. അപ്പോൾ ഇതിന്റെ റഫ് ഫിഗർ ആണ് കേട്ടോ. അപ്പൊ സർക്കിള് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെന്റർ കിട്ടും, ഒരു റേഡിയസും കിട്ടും അല്ലെ. ഒരു റേഡിയസ് അവിടെ വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന ആംഗിൾ ഇത് 50 ആണ്, 55ന്റെ ട്വൈസ് ആണ് ഈ ആംഗിൾ. 55ന്റെ ട്വൈസ് എത്രയാ, 110. 50യുടെ ട്വൈസ് എത്രയാ, 100. അപ്പോ സെൻട്രൽ ആംഗിൾസ് 100 ആൻഡ് 10ഉം 100 വന്നാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾ വരച്ചിട്ട് സെൻട്രൽ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട് 2 × 50, അതായത് ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ ട്വൈസ് ആണ് സെൻട്രൽ ആംഗിൾ. സർക്കിളിന്റെ ആംഗിളിന്റെ സർക്കിളിന് തന്നു കഴിഞ്ഞാൽ ട്രയാംഗിളിന്റെ ആംഗിളിന്റെ ട്വൈസ് ആണ് സെന്ററിൽ വരുന്ന ആംഗിള്. ഇപ്പൊ ട്രയാംഗിളിന്റെ ആംഗിൾ 55 ആയതുകൊണ്ട് 55ന്റെ ട്വൈസ് 110.
ഈ ആംഗിൾ 50 ആയതുകൊണ്ട് 50യുടെ ചോയ്സ് 100. രണ്ട് ആംഗിൾ കിട്ടിയാൽ നമുക്ക്. അപ്പോൾ സർക്കിൾ വരച്ചു. ഇനി ഒരു റേഡിയസ് വരയ്ക്കണം. അപ്പോൾ അതേ ഒരു റേഡിയസ് വരച്ചു. 100 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കണം. 100 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വയ്ക്കുമ്പോൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മെഷർ എണ്ണണം. പലപ്പോഴും രണ്ട് സൈഡിൽ നിന്ന് പ്രൊട്രാക്ടർ അളവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്നുള്ള 100 എടുത്താൽ അത് 80 ഡിഗ്രി ആയി പോകും. അപ്പോൾ ലൈൻ കിടക്കുന്ന വശത്ത് എണ്ണി തന്നെ എടുക്കണം. 90ന് ശേഷമുള്ള 100. വീണ്ടും അടുത്ത 110 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ വെച്ച് 110 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. അപ്പോൾ കണ്ടോ, ഇത് ഈ വെർട്ടെക്സ് കിട്ടി, ഈ വെർട്ടെക്സ് കിട്ടി, ഈ വെർട്ടെക്സ് കിട്ടി. അത് മൂന്നും കൂടി കൂട്ടി വരച്ചാൽ നമുക്ക് റിക്കേർഡ് ട്രയാങ്കിൾ ആവും. സോ റിക്കേർഡ് ട്രയാങ്കിൾ എന്നുള്ളത് ഇതാണ്, ഈ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ രണ്ട് ആംഗിളും സർക്കം റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഈസി ആയിട്ട് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഡ്രോ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. ഓരോ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. 180/3 മൂന്ന് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ സർക്കം റേഡിയസ് എന്നുണ്ട് 3.5. അപ്പോൾ 3.5 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കും. അപ്പോൾ അത് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60യുടെ ചോയ്സ് 120. അപ്പോൾ എല്ലാ സെൻട്രൽ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. കാരണം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ആംഗിളിന്റെ ചോയ്സ് ആണ് സെൻട്രൽ വരിക. ഇതിന്റെ ചോയ്സ് ആണ് ഇവിടെ വരിക, ഇതിന്റെ ചോയ്സ് ആണ് ഇവിടെ വരിക. എല്ലാം 60 ആണ്. ഇപ്പോൾ 60യുടെ ചോയ്സ് 120, 60യുടെ ചോയ്സ് 120. അങ്ങനെ ഈച്ച് സെൻട്രൽ ആംഗിൾ ഈസ് 120 ഡിഗ്രി. അപ്പോൾ സർക്കിൾ വരയ്ക്കുക. 3.5 സെന്റിമീറ്റർ റേഡിയസിന് സർക്കിൾ വരച്ചു. 120 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. പ്രൊട്രാക്ട് വെച്ച് 120 ഡിഗ്രി മാർക്ക് അടുത്ത റേഡിയസ് വരയ്ക്കുക. വീണ്ടും പ്രൊട്രാക്ട് വയ്ക്കുക. 120 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. കേട്ടോ, ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും കിട്ടി, കൂട്ടി വരയ്ക്കുക. സോ ദിസ് ഈസ് ദി റിക്കേർഡ് ട്രയാങ്കിൾ. കാര്യം മനസ്സിലായോ? ഓരോടെ വരച്ചു നോക്കാം. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദി ആംഗിൾ 32.5 ആൻഡ് 37.5. അപ്പോൾ ഇവിടെയും ഇത്രയേ ഉള്ളൂ. എന്താണ് തന്നിരിക്കുന്ന ആംഗിളിന്റെ ചോയ്സ് സെൻട്രൽ വരണം. അപ്പൊ സെൻട്രൽ ആംഗിൾസ് ഏതൊക്കെ വരും? സെൻട്രൽ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 2 × 32.5. എത്രയാണ്? 32യുടെ ഇരട്ടി. 32ന്റെ ഇരട്ടി 64, അരയുടെ ഇരട്ടി 1, 66, 65. അങ്ങനെ മനക്കണക്കായിട്ട് കൂട്ടിയാൽ മതി. 37യുടെ ഇരട്ടി 75, 37ന്റെ ഇരട്ടി 74, 74, 1, 75. അപ്പോൾ സെൻട്രൽ വരേണ്ട ആംഗിൾസ് 65 ഡിഗ്രിയും 75 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി ആദ്യം വരച്ച പോലെ വരയ്ക്കാം. സർക്കിൾ വരച്ചു, ഒരു റേഡിയസ് വരച്ചു. 3 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അതുകൊണ്ട് സർക്കിൾ വരച്ചു, റേഡിയസ് വരച്ചു. ഇനി 65 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് കണ്ടോ, അവിടെ പ്രൊട്രാക്ട് വെച്ചിട്ട് 65 ഡിഗ്രി മാർക്ക് ചെയ്തു, അടുത്ത റേഡിയസ് വരച്ചു. ക്ലിയർ ആണോ? വീണ്ടും പ്രൊട്രാക്ട് വയ്ക്കുക. 75 ഡിഗ്രിയിൽ 75 ഇവിടെ നിന്ന് 75 ഡിഗ്രി അളക്കുക. ഇതാ മൂന്നാമത്തെ വെർട്ടെക്സ് കിട്ടി. അപ്പോൾ ട്രയാങ്കിളിന്റെ 3 വെർട്ടൈസസ് ഇത് 3ആണ്. അപ്പൊ ഇത് 3 കൂടി യോജിപ്പിച്ചപ്പോൾ കിട്ടിയതാണ് ഒരു ട്രയാങ്കിൾ. ഇത് സെന്ററിന് ഒരു വശത്ത് വന്നത് എന്താ കാരണം എന്നറിയാമോ? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതൊക്കെ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നു. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ സെന്റർ നടുക്ക വരിക. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ട്രയാങ്കിൾ സെന്ററിന്റെ ഒരു സൈഡിലാണ് വരിക. കാരണം ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ സർക്കം റേഡിയസും അതുപോലെ തന്നെ 2 ആംഗിൾസ് പറയുകയാണെങ്കിൽ ട്രയാങ്കിൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.